ഹലോ ഗേസ്, അപ്പം നമ്മളീ പോകുന്നത് ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ. ഒരുപാട് റീൽസൊക്കെ വന്നിട്ട് വൈറലായിട്ടുള്ള ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം കേട്ടോ, എല്ലാവരും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അമ്പലം. അപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ അവിടെ നിന്ന് ബസ് കയറിയിട്ട് ഞങ്ങൾ എരനെല്ലൂർ വഴിയാണ് പോകുന്നത്. അരക്കുപറമ്പാണ് കേട്ടോ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പറയുന്നത്. അപ്പോൾ ഒരുപാടായിട്ട് ഞങ്ങളിങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നു, അപ്പോൾ ഒന്നും സാധിക്കലില്ല. പെട്ടെന്ന് എന്തായാലും ഞങ്ങൾ തീരുമാനിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ അലനല്ലൂരിൽ നിന്നാണ് കയറുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അലനല്ലൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവർ വന്നിട്ട് ഞങ്ങൾ നേരെ ഒരു ഓട്ടോ വിളിച്ചിട്ട് അവിടെ എത്തിയിട്ടോ. അരക്കുപറമ്പ് അമ്പലത്തിൽ. അപ്പോൾ അവിടെ ഓട്ടോ ഇറങ്ങിയിട്ട് കുറച്ചിങ്ങനെ നടക്കാനുണ്ട് കേട്ടോ. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പാടത്തിൻ്റെ അരികിലൂടെയാണ് കേട്ടോ നടന്നു വരേണ്ടത്. പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ റോഡ് വഴി അമ്പലത്തിൻ്റെ മുന്നിലേക്ക് എത്തിട്ടോ. ഞങ്ങൾക്ക് അത് അറിയില്ലായിരുന്നു. എന്തായാലും ഓട്ടോയിൽ ഇറങ്ങിയപ്പോൾ ഇതിലിറങ്ങിയാൽ മതി പറഞ്ഞിട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഈ പാടത്ത് കൂടെ അങ്ങനെ നടന്നു വരുന്നത് വേറൊരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ അവിടെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ അമ്പലം അരക്കുപറമ്പ് അർദ്ധനാരീശ്വരി ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വിഗ്രഹം എന്ന് പറയുന്നത് വെള്ളത്തിലിങ്ങനെ ഫുള്ളായിട്ട് മുങ്ങി കിടന്നിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ തിരക്കൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്പലം ഒരുപാട് വീഡിയോസൊക്കെ വന്നിട്ട് വൈറലായിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ. ഞങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാവരും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ട് കുറേ പേര് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളും അവിടെ ഒടുവിലെത്തി. അപ്പോൾ നല്ല ഒരു ഫീലായിരുന്നു കേട്ടോ. വെള്ളത്തിൽ കൂടെ അങ്ങനെ തൊഴുക എന്ന് പറയണത്, ആ ഒരു വിഗ്രഹം എന്ന് പറയുന്നത് വെള്ളത്തിനടിയിലായിരിക്കും കേട്ടോ. നമ്മൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ തന്നെ നേരെ കുളം ഉണ്ട് കേട്ടോ. കുളത്തിലിങ്ങനെ മീനൂട്ട് പോലല്ല, അതിൽ ഓരോരുത്തർ ഇങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു വലിയ വലിയ മീനുകളാണ്. വീഡിയോസിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല കേട്ടോ. നല്ല വലുപ്പമുള്ള മീനുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കുന്നവരൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം എനിക്ക്. പിന്നെ നമ്മളിങ്ങനെ നടന്ന് തൊഴുകുന്ന അവിടെ അതിൽ കൂടെ ഒക്കെ മീനുകളുണ്ട്, ചെറിയ ചെറിയ മീനുകളുണ്ട്. ഇത് അങ്ങനെ മുട്ടറ്റം വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തൊഴുകുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. പുറത്തെ വെള്ളത്തിൽ നല്ല അത്യാവശ്യം ഒരു സാധാരണ പോലെ വെള്ളമായിരിക്കും, പക്ഷെ ഉള്ളിൽ നമ്മൾ കയറുമ്പോൾ നല്ല തണുത്ത വെള്ളമായിരിക്കും കേട്ടോ. നമുക്ക് വ്യത്യാസം നേരെ അറിയാൻ പറ്റും. അവിടെ പോയി തൊഴുതവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും കേട്ടോ ആ ഫീല്. നിറയെ മീനുകളുണ്ട്. നമ്മൾ ഈ നടക്കുന്നതോടൊക്കെ നിറയെ മീനുകളുണ്ട്. പിന്നെ വഴുക്കലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ വീഡിയോ എടുക്കണ്ടായിരുന്നു. ലല്ലൂസൊക്കെ പിന്നെ അവസാനം വെള്ളത്തിൽ ഇറങ്ങിയിട്ട്, ആദ്യം കണ്ടപ്പോൾ ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സാധാരണ അമ്പലം പോലെ ശ്രീകോവിലിനുള്ളിലുള്ള പൂജ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരിക്കില്ല കേട്ടോ. കാരണം വിഗ്രഹം വെള്ളത്തിനടിയിലാണല്ലോ. അപ്പോൾ അതുപോലെ ഉണ്ടായിരുന്നില്ല. പിന്നെ പറയുന്ന അവിടെ ഒരു കുടുംബമായിട്ടുള്ളൊരു പൂജ നടക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും അവിടെ പ്രത്യേകതയായിട്ടുള്ള കണ്ടത്. നമ്മൾ കുടുംബത്തിലെല്ലാവരും കൂടിയിട്ട് തിരുമേനി നമ്മുടെ കൊണ്ട് തന്നെ മന്ത്രവും കാര്യങ്ങളൊക്കെ ചൊല്ലിച്ചിട്ടുള്ളൊരു പൂജയാണ് അവിടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത്. പിന്നെ ഞങ്ങൾ ചിങ്ങം 1-നാണ് കേട്ടോ പോയത്. കുറേ മുന്നുള്ളൊരു വീഡിയോ ആണിത്. ചിങ്ങം 1-ന് പോയതുകൊണ്ട് തന്നെ അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങളവിടെ ഇഡ്ഡലി സാമ്പാർ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇതാണ് നമ്മളെ അമ്പലം. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കില്ലേ റീൽസിൻ്റെ ഒക്കെ. ഇപ്പോഴാണ് ഒന്നും ഇങ്ങനെ ഇല്ലാതായെന്ന് തോന്നുന്നു. കുറേ മുന്നേ സമയത്ത് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ഈ അമ്പലത്തിൻ്റെ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിട്ടോ. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.